പക്ഷെ കുരിശ് വീഴുന്ന ആ ഒരു സംഗതി മാത്രമേ എനിക്ക് ഈശോയെതിരായിട്ട് പറഞ്ഞു എന്നുള്ളൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അവരിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് വേറെ സംഭവിച്ചില്ല. എന്താണ്, കൂടുതൽ ആൾക്കാർ അറിഞ്ഞു, ഇങ്ങനെ ഇവരുടെ വിപ്ലവങ്ങളും കലാപങ്ങളും എല്ലാം കൂടുതൽ ആൾക്കാർ അറിഞ്ഞു. കട്ടിയ വർഷം കൊള്ളാം, കുഴപ്പമില്ല, കാണാം. വേറൊന്നും കട്ടിയിട്ടില്ലല്ലോ, നമുക്ക് ലാലേട്ടനെ കണ്ടാൽ പോലെ. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാര്യം ഈ മൂവി എന്ന് പറയുന്നത് മൂവിയായിട്ട് തന്നെ കണ്ടാൽ മതി. അതിൽ മറ്റ് ഇഷ്യൂസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കട്ടിയ വർഷം കൊള്ളാം, കുഴപ്പമില്ല, കാണാം. വേറൊന്നും കട്ടിയിട്ടില്ലല്ലോ, നമുക്ക് ലാലേട്ടനെ കണ്ടാൽ പോലെ. കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ചോദിച്ചാൽ പാർട്ടി അങ്ങനെയൊക്കെ നോക്കുമ്പം അത് വേറെ. ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ വരാം, കുഴപ്പമില്ല. ഇതിപ്പോൾ കട്ട് ചെയ്ത വെർഷൻ എനിക്ക് തോന്നുന്നു 3 മിനിറ്റത്തെ ഒരു ഷോർട്സാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കണ്ടതിൽ വെച്ച് കുറച്ച് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പം നിലവിൽ ഔട്ട്ഡോർ ഇൻ്റർവ്യൂസ് കേൾക്കുന്നുണ്ടല്ലോ നെഗറ്റീവായിട്ട്. പക്ഷേ എനിക്കിപ്പോൾ കണ്ടതിൽ വെച്ച് വളരെ കുഴപ്പമില്ലാന്ന് തോന്നി. കുറച്ചുകൂടെ ബെറ്ററായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാര്യം ഈ മൂവി എന്ന് പറയുന്നത് മൂവിയായിട്ട് തന്നെ കണ്ടാൽ മതി. അതിൽ മറ്റ് ഇഷ്യൂസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുന്നേ ഉള്ള വെർഷൻ ആയിരിക്കും. കാര്യം നമ്മൾ ഇങ്ങനെയുള്ള റിവ്യൂ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കാണാൻ വരുന്നവരെയും കൂടി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുമല്ലോ. അപ്പോൾ കാണാതിരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഡിസിഷൻ അവർ തന്നെ ചൂസ് ചെയ്യും. ഇപ്പോൾ കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എനിക്ക് പടം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്കതിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ആ കുരിശ് വീഴുന്നൊരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ ആ ഒരു ഇത് വീഴുന്നൊരു സംഭവം, അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ ദുഷ്ടരായിട്ടുള്ളവരെല്ലാം കൊല്ലുന്നൊരു സംഭവമാണ്. അതായത് തിന്മയെ എതിർക്കുന്ന ഒരു തിന്മയിലെ ഒരു ഇതാണ് ലൂസിഫർ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഞാൻ കണ്ട സിനിമ. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഒരുപാട് തിന്മ ചെയ്യുന്നവരെ എതിർക്കാൻ തിന്മയിൽ നിന്ന് ഉയർന്നു വന്നൊരു നേതാവ്, അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെ അത്രയും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുരിശ് വീഴുന്ന ആ ഒരു സംഗതി മാത്രമേ എനിക്ക് ഈശോയെതിരായിട്ട് പറഞ്ഞു എന്നുള്ളൊരു ഫീൽ തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമാണ് ഞാൻ കാണുന്നത്. കട്ട് ചെയ്ത വേർഷനാണ് കാണുന്നതെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു സന്ദേശമാണ്, നല്ലൊരു മൂവി ആയിട്ടാണ് തോന്നിയത്. കട്ടിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആദ്യം കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് വേറെ ഇത്രയും ബഹളം ഒന്നും വേണ്ട, കോൺട്രവേഴ്സി ഒന്നും വേണ്ടായിരുന്നു. നല്ല പടം, കുഴപ്പമില്ല, ആവറേജ് പടം. ഇല്ല, കുഴപ്പമില്ല, നല്ലായിരുന്നു. വേറെ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. വലുതായിട്ടില്ല, മറ്റേ ചെറിയ കട്ടിയ ഭാഗം മാത്രം ഒരു 2 മിനിറ്റ് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല എനിക്ക്. പക്ഷേ ഫസ്റ്റ് വേർഷൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇപ്പം നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അവരിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് വേറെ സംഭവിച്ചില്ല. എന്താണ്, കൂടുതൽ ആൾക്കാർ അറിഞ്ഞു, ഇങ്ങനെ ഇവരുടെ വിപ്ലവങ്ങളും കലാപങ്ങളും എല്ലാം കൂടുതൽ ആൾക്കാർ അറിഞ്ഞു. കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ അഭിപ്രായം എന്ന് പറയുന്നത് വേണ്ടാത്ത പൊളിറ്റിക്സ് ആണ് കാണിക്കുന്നത് എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അവർ പറഞ്ഞതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ കഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കഥയ്ക്ക് ആസ്പദമായിട്ട് വരുമ്പോൾ ആ സീൻസ് ഉണ്ടാകുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് ഫസ്റ്റ് വേർഷൻ ഞാൻ ആദ്യം കണ്ട വേർഷൻ തന്നെയാണ് എനിക്കിഷ്ടം. പടത്തെ ബാധിച്ചതായിട്ട് തോന്നിയാൽ ഞാൻ പറഞ്ഞില്ലേ, പൃഥ്വിരാജിൻ്റെ സ്റ്റോറി കാണിക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നെയിം നമുക്കറിയാം, സയ്യിദ് മസൂദ് എന്നാണ്. അപ്പോൾ പുള്ളിയുടെ റിവഞ്ചാണ് ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ റിവഞ്ച് കാണിക്കുമ്പോൾ എന്തായാലും പുള്ളിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവർക്ക് അനുഭവപ്പെട്ട ആ വേദനകൾ കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. ഇഷ്ടപ്പെട്ടു, നല്ല ഇതായിരുന്നു.